ഇപ്പം സാറേ ഇപ്പോൾ അലർജിയുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ പറ്റും അലർജി, അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ. നമ്മൾ മെഡിക്കൽ ക്യൂർ എന്ന് പറഞ്ഞൊരു കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ആസ്മ ആയാലും അലർജിക് റൈനൈറ്റിസ് ആയാലും പ്രിൻസിപ്പിൾസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മോറലെസ് സിമിലറാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം എന്നുള്ളതാണ്. കൺട്രോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സിംറ്റമാറ്റിക് ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡെയിലി തുമ്മലുള്ള ഒരു വ്യക്തിക്ക് നമ്മളിപ്പോൾ മെഡിക്കേഷൻസ് കൊടുക്കുക. മെഡിക്കേഷൻസ് ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് 50%. ബാക്കി 50% നമ്മൾ അവോയ്ഡൻസ് ഓഫ് ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കാരണങ്ങൾ പലതാകാം. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അതാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ അലർജി ഉള്ള ഒരു വ്യക്തി നമ്മൾ കിടക്കുന്ന ബെഡ്, പില്ലോ ഇതെല്ലാം പൊടി തട്ടി കിടക്കാൻ പറയും. കാരണം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അലർജൻ എന്ന് പറയുന്നത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതൊരു മൈറ്റാണ്, ശരിയായിട്ട് പൊടിയല്ല, ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ ബെഡ്, പില്ലോ ഈ അലർജി ഉള്ള ആൾക്കാർ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡസ്റ്റ് ചെയ്ത് വേണം കിടക്കാൻ. റൂം വൃത്തിയായിരിക്കണം. അതുപോലെ ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈർപ്പമൊക്കെ തങ്ങി നിൽക്കുകയാണെന്ന് വെച്ചാൽ ഫംഗൽ സ്പോർസ് വരാം. അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ചിലർക്ക് അതിൽ നിന്ന് അലർജി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു 50% എന്തൊക്കെയാണ്. ഇപ്പോൾ ചിലർ പെർഫ്യൂം ഉപയോഗിച്ചാലായിരിക്കും പ്രോബ്ലം. കഴിവതും പെർഫ്യൂം, പൗഡർ ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കാൻ പറയും. ബാക്കി 50% നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവർക്ക് ഒക്കേഷണൽ ഫ്ലെയറപ്സ് വരും. ഫ്ലെയറപ്സ് വരുന്നത് ഇപ്പോൾ തണുപ്പ് കാലമാകുമ്പോഴും മഴക്കാലമാകുമ്പോഴും യൂഷ്വലി ഇപ്പം വലിവുള്ളവർക്ക് വലിവ് കൂടുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈം നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് മെഡിക്കേഷൻസ് കൊണ്ടുവരും. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് മെയിൻ്റനൻസ് ഡോസിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സ്പ്രേസ് അതെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്.